അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഈക്വൽ? അപ്പോൾ ഇവിടെ 4 സെറ്റ്സ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെ തമ്മിലാണ് ഈക്വലായി വരുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഫസ്റ്റ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് -1 ലെസ് ദാൻ 2. ഓക്കെ, ഇപ്പം എ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് വേണം. കുഴപ്പമില്ല, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് എന്ന് തന്നിട്ടുണ്ട് നേരിട്ട്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സാണ്. -1 കൂടുതലും 2 കുറവും. ഇപ്പം നമ്പർ ലൈൻ മനസ്സിൽ കണ്ടാൽ അറിയാം, -1 കൂടുതലും 2 കുറവായിട്ടുള്ള ഒരു 2 എലമെൻസാണ് ഉണ്ടാവുക, 0യും 1ഉം. അപ്പോൾ നമുക്ക് റോഷർ ഫോമിൽ അത് എഴുതിയാൽ എ ഈക്വൽ ടു സെറ്റ് 0 1. ശരിയല്ലേ? രണ്ടാമത്തെ സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ്, അതും ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ്. സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 0 മുതൽ 1 വരെ എന്നാണ്. അതും 0 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ 0യും 1ഉം തന്നെയാണ്. അപ്പോൾ ബി ഈക്വൽ ടു സെറ്റ് 0 1. തേർഡ് ക്വസ്റ്റ്യൻ സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എന്നാൽ എക്സ് റിയൽ നമ്പേഴ്സാണ്. സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ അതേ നമ്പറിന് ഈക്വൽ ആവുന്ന റിയൽ നമ്പേഴ്സ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാം. 0ൻ്റെ സ്ക്വയർ 0 തന്നെയാണ്, 1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ 0യും 1ഉം എന്തായാലും ഉണ്ട്, നോക്കാം. അപ്പോൾ അത് സോൾവ് ചെയ്യാം. ഓക്കെ, അത് സോൾവ് ചെയ്താൽ എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് ലഭിക്കും. ഈ രണ്ടിലും എക്സ് സ്ക്വയർ മൈനസ് എക്സ് രണ്ടിലും എക്സ് കോമൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സ് പുറത്തെടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു ബാക്കി ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ മീൻസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഒരു എക്സ് പോയാൽ ബാക്കി എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സ് പോയാൽ ബാക്കി 1. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടിലൊന്ന് 0 ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ എക്സ് 0, ഇങ്ങനെയാണ് ഇവിടെ 0 കിട്ടിയത്, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 0. എക്സ് മൈനസ് 1 0 ആണെങ്കിൽ എക്സ് 1 ആയിരിക്കണം. അപ്പോൾ സിയുടെ വാല്യൂസ് സി എന്നുള്ള സെറ്റിൽ 2 എലമെൻസ് ആണ് ഉണ്ടാവുക, 0യും 1ഉം. ഇനി ഡി നിങ്ങളത് ഡി എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1/2 ഇൻറ്റു 1 പ്ലസ് -1 റേസ് ടു n ആണ്. ഓക്കെ, 1/2 ഇൻറ്റു എന്ന് പറഞ്ഞൊരു ബ്രാക്കറ്റിലാണ്. അതിൽ പിന്നെയും വേറെന്നാണ്, അതിലൊരു ടേമാണ് -1 റേസ് ടു n. അപ്പോൾ അതിൽ ഇവിടെ n എന്തായാലും നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇനി നമ്മൾ 1 2 3 വാല്യൂസ് കൊടുക്കുമ്പോൾ ആദ്യം n 1 കൊടുത്താൽ -1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. 1 പ്ലസ് -1 0 ആണ്. 0 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി n 2 കൊടുത്താൽ -1 റേസ് ടു 2 പ്ലസ് 1 ആണ്. -1ൻ്റെ ഈവൺ പവർ എന്ന് പറയുന്നത് +1ഉം ഓഡ് പവർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ +1 1 + 1 2 1/2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 3 കൊടുത്താൽ എന്താ സംഭവിക്കുക? പിന്നെയും നേരത്തെ റിപ്പീറ്റ് ചെയ്യും. -1 റേസ് ടു 3 അത് പിന്നെയും -1 ആണ്. അപ്പോൾ സമ്മ് 0 ആൻഡ് ആൻസർ 0. 4 കൊടുത്താൽ -1 റേസ് ടു 4 +1. അപ്പോൾ 1 + 1 2 ഇൻറ്റു 1/2 1 നേരത്തെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 2 ആൻസറേ വരൂ. ഇനി നിങ്ങൾ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും ഇവിടെ 2 ആൻസറേ വരൂ, 0യും 1ഉം. എഴുതി നോക്കാം. ഇപ്പോൾ ഡി എന്നുള്ള സെറ്റ് 0യും 1ഉം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4 സെറ്റ്സും ഈക്വലാണ്. 4ലും ഒരേ എലമെൻസ് ആണുള്ളത്. എന്നാൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് and b equal to set of all y such that y belongs to n and y less than or equal to 5 is a equal to b. Second, a equivalent to b. ഈ ചിഹ്നം വായിക്കേണ്ടത് ഇക്വിവാലൻറ്റ് ടു ബി. എന്താണെന്ന് പറയാം. 2 സെറ്റ്സ് ഇക്വിവാലൻ്റ് ആവണമെങ്കിൽ രണ്ടിലും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ എന്നുള്ള സെറ്റ് വരിക. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള വവൽസ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു ആണ്. അപ്പോൾ എ എന്നുള്ള സെറ്റ് എ ഇ ഐ ഒ യു സെറ്റ്. ബി എന്നുള്ള സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പം ബി എന്നുള്ള സെറ്റിൽ 1 മുതൽ 5 വരെ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം നമുക്ക് എയും ബിയും ഈക്വൽ അല്ല, മറിച്ച് എയിലും ബിയിലും സെയിം നമ്പർ ഓഫ് എലമെൻസ് ആണുള്ളത്. നോക്കൂ, 2ലും 5 എലമെൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ അത് ഇക്വിവാലൻ്റ് ആണ്. അത് ഓർമ്മിക്കുക, 2 സെറ്റ്സ് ആർ സെറ്റ് ബി ഇക്വിവാലൻറ്റ് ഇഫ് ദ നമ്പർ ഓഫ് എലമെൻസ് ഓഫ് എ ആൻഡ് ബി ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും ഈക്വൽ അല്ല, പക്ഷേ ഇക്വിവാലൻ്റ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് സാർ 3ാമത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു അസൈൻമെൻറ്റ് പറഞ്ഞിരുന്നു. ആ ചോദ്യമാണിത്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എക്സ് ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓഫ് എക്സ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് കുറേ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്? ഈ എക്സിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മും അതിലുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണവും സെയിം ആയിട്ട് വരണം. അത് ഫൈനൈറ്റോ ഇൻഫിനിറ്റോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആ സെറ്റിൽ നമുക്കറിയാം 1 എന്നുള്ള നമ്പറിൽ എടുത്തു നോക്കൂ. 1നുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണം 1 ആണ്. സമ്മ് എന്ന് പറയുന്നത് 1നാണ്. 11 എടുത്തു നോക്കൂ. 1 + 1 2 നമ്പർ ഓഫ് ഡിജിറ്റ്സ് 2 ആണ്. 111 നമ്പർ ഓഫ് ഡിജിറ്റ്സ് 3 ആണ്. സമ്മ് 3 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര എഴുതി പോകാമല്ലോ. അപ്പോൾ അതെന്തായാലും അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്.
വരിക ഈ പറഞ്ഞ സെറ്റ്. ഇനി അതിൽ ഈ എലമെൻറ്റ്സ് മാത്രമല്ല വരിക, ഇതിൽ വേറെ എലമെൻറ്റ് 20 വരാം. ഓക്കെ, 20 എന്നുള്ള നമ്പർ നോക്കൂ, 2 + 0 2, നമ്പർ ഓഫ് ഡിജിറ്റ്സ് 2 അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വേറെ നമ്പർ 20 വരാം, 102, 201, 4000, ഇങ്ങനെ എത്ര നമ്പർ വരാം. നമുക്കത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഡറിലുള്ള എലമെൻറ്റ്സ് നമ്പേഴ്സ് എഴുതി, അത്രമാത്രം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ മൂന്നാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് അവസാനിച്ചിരിക്കുകയാണ്.